ഓണത്തിനൊരു കൊല, അതാണ് നമ്മുടെ ഇത്തവണത്തെ കൃഷി വിശേഷം. അപ്പം പുതിയൊരു വീട്ടിലേക്ക് പോകാം. ഓണത്തിന് ഇനി 3 മാസം. അപ്പോൾ ഓണത്തിന് നമുക്ക് വറുക്കണ്ടേ? വറുക്കണമെങ്കിൽ എന്താ വേണ്ട? നല്ല ഒന്നാന്തരം ഏത്തക്കൊല വേണം. അപ്പോൾ ഏത്തക്കൊലയുടെ ഒരു സ്വർഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഈ കാണുന്ന തോട്ടത്തിൽ ഏതാണ്ട് 1000-ലധികം വരുന്ന ഏത്തയാണ് നട്ടു പിടിച്ചിട്ടുള്ളത്. അപ്പം 3 മാസം കഴിഞ്ഞാൽ വിളവെടുക്കാവുന്ന തരത്തിലൊക്കെയുള്ള ഏത്തകളാണ് എല്ലാം ഇവിടെ നട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ വാഴ കൃഷി ചെയ്യുമ്പോൾ ഓണത്തിന് ഏതാണ്ട് 10 മാസം മുന്നേ കൃഷി തുടങ്ങണം. അങ്ങനെ കൃഷി തുടങ്ങി വിജയകരമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട തോട്ടത്തിലാണ് നിൽക്കുന്നത്. കണ്ട, ഈ കാണുന്ന കൊല കണ്ട, ഈ കാണുന്ന കൊല ഓണത്തിന് മൂപ്പാവും. ഈ വാഴയുടെ കൊല നോക്ക്, ഇത് കണ്ട, ഇത് കണ്ട ഒരു 15 കിലോ 20 കിലോളം നമുക്ക് തൂക്കം വരും. ഇപ്പം റെഡിയായി വരുന്നുണ്ട്. ഒരു 12-13 പടലയുണ്ട്. എന്ന് വെച്ചാൽ 20 കിലോളം വെയിറ്റ് വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളത്തിൽ ഒത്തുതീർപ്പ് ചെയ്യരുത്. വാഴക്ക് 4-5 വളം മതി. പക്ഷേ ആ 5 വളവും കൃത്യസമയത്ത് കൊടുക്കണം. ജലസേചനം, ഏത്തവാഴ പ്രത്യേകം അറിയാലോ, ജലസേചനത്തിൽ ഒരു കാരണവശാലും കുറവ് വരാൻ പാടില്ല. അപ്പോൾ ജലസേചനത്തെ ശ്രദ്ധിക്കണം, അതോടൊപ്പം തന്നെ വളക്കാര്യത്തെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതെല്ലാം നമ്മുടെ തണ്ടുകളെല്ലാം തണ്ടുവരപ്പം പുഴു ഉൾപ്പെടെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇതെല്ലാം ക്ലീൻ ആയിരിക്കും. ഏത്തവാഴ 3-4 രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. അതിൽ പ്രധാനപ്പെട്ടതാണ് കന്ന്. ഈ വാഴക്കന്ന് ഇപ്പം നമുക്ക് ഒരുപാട് കന്നുകളുണ്ടാവും. പക്ഷേ എല്ലാ കന്നുകളും നമുക്ക് പാകമാകത്തില്ല. പക്ഷേ ഒരു 6 കന്ന്, ഇതുകൊണ്ട് കരുത്തുള്ള ഒരു 6 കന്ന് നമുക്ക് നിർത്താം. 6 കന്ന് നിർത്തുമ്പോൾ തന്നെ ഒരു കരുത്തുള്ള കന്ന് അവിടെ നിലനിർത്തിക്കൊണ്ട് വേണം മറ്റുള്ള കന്നുകൾ വറുത്ത് വെക്കാം. കാരണത്തിൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ പോയപ്പോൾ തമിഴ്നാട്ടിലെ പ്രത്യേകത വെച്ചാൽ ഞാലിപ്പൂനാണ് കണ്ടോ അവിടെ കൊണ്ട് കേട്ടോ. ആ ഞാലിപ്പൂൻ കൃഷി ചെയ്യണതിൽ 6-7 കന്നുകൾ വിത്തുകളുണ്ടാകും. ആ വിത്തിൽ നിന്ന് ഒരു കന്ന് നല്ല കരുത്തുള്ള കന്ന് അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള 6 ആണെങ്കിൽ ബാക്കി 5 വിത്തുകളും പറിച്ചു മാറ്റും. കാരണം അവരുടെ അടുത്ത കൃഷി ആ ഒരു കന്നാണ്. അപ്പം തുടർ കൃഷി ചെയ്യുമ്പോൾ കന്നുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് ശ്രദ്ധിച്ച് ചെയ്താൽ ഏത് വാഴ കൃഷിയും നമുക്ക് വിജയകരമാക്കാം. വാഴ കൊലച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജൂൺ ജൂലൈ മാസമൊക്കെ നല്ല മഴയാണ്. മഴക്കാലത്താണ് യഥാർത്ഥത്തിൽ ഏത്തവാഴ കൃഷിയുടെ നമ്മുടെ പരിചരണങ്ങളൊക്കെ വാഴ കൊലക്കുന്നതും അതിൻ്റെ കൊലക്ക് തന്നെ തൂക്കം വെക്കുന്നതും കായ്ക്കൊക്കെ തൂക്കം വെക്കുന്ന സമയം പറയുന്നത് എങ്ങനെ വന്നാലും ജൂൺ ജൂലൈ മാസത്തിലാണ്. ആ സമയത്ത് പ്രധാനമായിട്ടും ഇതുപോലുള്ള താങ്ങുകൾ കൊടുക്കണം. ഇപ്പം നമ്മൾ ഈ താങ്ങ് കൊടുത്തിട്ടുള്ളത് അടക്കാമരത്തിൻ്റെ ഒരു അടക്കാമരം എടുത്തിട്ട് 4ആയിട്ട് മുറിച്ച് അതിൻ്റെ ഒരു വകയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് താങ്ങ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷേ താങ്ങ് ഒരു പ്രധാന ഘടകം. കാരണം ഏത്തവാഴ പ്രത്യേകിച്ച് ഒരുപാട് പൊക്കം വെക്കും. അതോടൊപ്പം തന്നെ ഒരുമാതിരിപ്പെട്ട ഒരു 10 കിലോട്ട് 15-20 കിലോ വരെ തൂക്കം ഉണ്ടാകും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാഴ കൊല വരുമ്പോൾ തന്നെ താങ്ങ് കൊടുത്ത് സംരക്ഷിക്കണം എന്നുള്ളതാണ്. ഓണത്തിനൊരു കൊല, അതാണ് നമ്മുടെ ഇത്തവണത്തെ കൃഷി വിശേഷം.